നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സാറിന് കുറച്ചൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണ് സാർ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു റിസൾട്ട് അല്ല വന്നത്. പക്ഷെ അതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എളുപ്പത്തിൽ പറയാവുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ആര്യ ഷൗക്കത്ത് ജയിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ഞാൻ തിരഞ്ഞെടുക്കാത്തതിന്റെ കാര്യം, ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയും ഗ്രൗണ്ട് ലെവലിൽ തന്നെ നമ്മൾ കൃത്യമായ ആളുകളായിട്ട് ഇടപഴകുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സഭാനൊക്കെ അറിയാം, നമ്മളൊരു 8 ദിവസത്തെ സർവേ നടത്തി ആയിരക്കണക്കിന് ആളുകളെ കണ്ടിരുന്നു. ആ കണ്ടപ്പോൾ അതൊരു UDF മണ്ഡലമാണെന്നും ഒരു പ്രോ UDFന് ഒരു 32,000 വോട്ടിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നും നമ്മൾ കണ്ടെത്തിയിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന റിസൾട്ട് മറ്റൊന്നായപ്പോഴും, ഞാനിപ്പോ ക്രൈം ന്യൂസ് മലയാളത്തിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിനാണെങ്കിലും നമ്മുടെ ചാനലിലൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞില്ല. ആ തുറന്നു പറയാത്തതിന്റെ കാര്യം, മറ്റു ചില ആളുകളുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടും ഇതൊന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് പറയാത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, PV അൻവറിന് അവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു 17% അല്ലെങ്കിൽ 18% വോട്ട് പിടിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിലയിരുത്തിയിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു 27,000 22,000 വോട്ടുകൾ വരെ അവിടെ കിട്ടുമായിരുന്നു. അപ്പൊ അതിന് പകരം ഇപ്പൊ നമുക്കറിയാലോ, ഒരു 20,000-ൽ താഴെ വോട്ടുകളിലേക്ക് മാത്രമാണ് PV അൻവർ എത്തിയിട്ടുള്ളത്. 19,760 വോട്ടുകളിലേക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഒരു 11.8% വോട്ടുകളിലേക്കാണ്. അപ്പോഴും ഒരു 6% അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 7-8% അദ്ദേഹത്തിന് പിടിക്കാമായിരുന്ന വോട്ടുകളേക്കാൾ കുറവാണ്. നമ്മൾ ഏറ്റവും ആദ്യം വിചാരിക്കുന്നത് ഇത്തരം വോട്ടുകൾ ഈ പ്രചരണത്തിന്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നാണ്. അതിന് PV അൻവറിനെ കുഴപ്പമുണ്ട്. ആ PV അൻവറിനെ പറ്റിയിട്ടുള്ള ചില സ്ട്രാറ്റജിക് എറേഴ്സിനെ, അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ചില അല്ലെങ്കിൽ വീഴ്ചകളെ നമുക്ക് പറയാൻ പറ്റില്ല, ചില കാര്യങ്ങളെ എടുത്ത് പൊലിപ്പിച്ചു കൊണ്ടിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അത് ഗ്രൗണ്ട് ലെവലിൽ പ്രയോഗിച്ചു. അതെന്തൊക്കെയാണ് സാർ? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണല്ലോ അദ്ദേഹം ഒരു റോഡ് ഷോ നടത്തുമ്പോഴേക്ക് വലിയ തോതിലുള്ള ആവേശം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആളുകൾ 20,000 വോട്ടൊക്കെ ഇദ്ദേഹം പിടിച്ചേക്കും എന്നുള്ള ലെവലിലേക്ക് എത്തിയത്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ പറയുന്നുണ്ട്, അദ്ദേഹം എന്താണെങ്കിലും ഒരു 15,000-20,000 വോട്ടുകൾ പിടിക്കും, 15,000-ഓളം വോട്ടുകൾ പിടിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ റോഡ് ഷോ വലിയ തോതിൽ ആവേശം ഉണ്ടാക്കി വേണമെങ്കിൽ അത് 25,000-30,000 ഒക്കെ ആകാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ അതിനൊക്കെ ശേഷം അദ്ദേഹം പ്രവർത്തനങ്ങളിൽ ഒരു മന്ദത വരുത്തി എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും അദ്ദേഹം മണ്ഡലത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ നിശബ്ദ പ്രചാരണം അവസാനിക്കുന്ന അതേ ദിവസം, അതായത് ആളുകൾ മുഴുവൻ കൊട്ടിക്കലാശം നടത്തുമ്പോൾ ആ കൊട്ടിക്കലാശത്തിൽ PV അൻവർ പങ്കെടുത്തില്ല. കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാതിരുന്നതും കുഴപ്പമില്ല. കാരണം കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാതിരുന്നിട്ട് അദ്ദേഹം വോട്ട് ചോദിക്കാൻ പോലും പോകുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹം പിന്നീട് വോട്ട് ചോദിക്കാൻ വേണ്ടി ഇറങ്ങുകയും അത് ഒറ്റക്ക് വോട്ട് ചോദിക്കുന്നതായിട്ടുള്ള ഫ്രെയിമുകൾ, ദൃശ്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ടർ ചാനലൊക്കെ കാണിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന് വലിയ ഗുണമുണ്ടാക്കി. കാരണം ആളുകൾക്ക് ഈ കൊട്ടിക്കലാശത്തെക്കാൾ കൂടുതൽ ഒരു സഹതാപമൊക്കെ തോന്നിയത് അദ്ദേഹത്തോടാണ്. പക്ഷെ അവിടെ പറ്റിയൊരു പ്രശ്നം, അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന് ചില പാളിച്ചകൾ പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് അദ്ദേഹം റീഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞാൻ പറയുക. അല്ലാതെ പത്രസമ്മേളനം നടത്തിയിൽ തെറ്റൊന്നുമില്ല. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആര്യ ഷൗക്കത്ത് ആകാശം ഇടിച്ചു വീണാലും ആര്യ ഷൗക്കത്ത് തോക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതൊന്നും മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായില്ല. പകരം ചർച്ചയായത് എന്താ, അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്, അതായത് UDF സ്ട്രോങ് ആണ്, കോൺഗ്രസും സ്ട്രോങ് ആണ്, കോൺഗ്രസിന് യാതൊരുവിധ കുഴപ്പവും സംഭവിക്കില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതിൽ ഒരു ക്ലാരിറ്റി കുറവ് ആളുകൾക്ക് മൊത്തം വന്നു. കൂടാതെ അദ്ദേഹം ഈ ക്ലാരിറ്റി കുറവ് വന്നു എന്ന് മാത്രമല്ല, ചില മാധ്യമങ്ങളിലൊക്കെ ഇരുന്നുള്ള ചർച്ചകൾക്കുള്ളിൽ അവർ പറയുന്നത് PV അൻവർ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളൊരു വാചകം പോലും പറഞ്ഞു. PV അൻവർ പിൻവാങ്ങുകയും ആര്യ ഷൗക്കത്തിന് വോട്ട് മറിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ള നിലക്കുള്ള സംശയങ്ങളൊക്കെ അതിനകത്ത് വന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഫലപ്രദമായി ഈ പറയുന്ന എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗ്രൗണ്ടിൽ ഉപയോഗിക്കാൻ പറ്റി. കാരണം എന്താ, PV അൻവറിന് ബൂത്തിലിരിക്കാനോ ഗ്രൗണ്ടിൽ പണിയെടുക്കാനോ ഒന്നും അത്ര അധികം ആളുകൾ ഇല്ല. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് വഴിക്കടവ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തും അതുപോലെ ചുങ്കത്തറ എന്ന് പറയുന്ന പഞ്ചായത്ത്. ചുങ്കത്തറയിലെ കോൺഗ്രസിന്റെ സ്പ്ലിറ്റ് ചെയ്ത വോട്ടുകളൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയേക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിലൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അല്ലെങ്കിൽ മൂത്തേടത്ത് നിന്ന് അദ്ദേഹം കുറച്ചുകൂടി വോട്ടുകൾ പിടിക്കുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് സംഭവിച്ചത്. അപ്പൊ ബാക്കിയുള്ള മണ്ഡലങ്ങൾ, ബാക്കി മിക്കവാറും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന ആരാ, പുറത്തുനിന്നുള്ള ആളുകളായിരുന്നു വന്നത്. ആ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ തന്നെ ഈ നിശബ്ദ പ്രചരണം, അതായത് തുടങ്ങുന്ന സമയത്ത് അത് വിട്ടുപോകണം എന്നുണ്ട്, അതായത് മണ്ഡലത്തിൽ നിൽക്കുന്നത് നല്ലതല്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ത് ചെയ്തു പോയി, വിട്ടുപോയി. രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടാകരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, CPM-നെയും കോൺഗ്രസിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ വോട്ടർ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോഴൊക്കെ വളരെ കൂളായി ആളുകളോട് ഇൻഡയറക്ട്ലി അവതരിപ്പിക്കാൻ പറ്റും.
അൻവർ ഇല്ല അൻവർ ഇല്ലേട്ടാ നമ്മുടെ ഒപ്പമാണ്, കുഴപ്പമില്ല എന്നുള്ളതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, അവതരിപ്പിക്കാൻ പറ്റി. മനസ്സിലായ? അല്ലെങ്കിൽ അൻവർ ഇപ്പൊ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ കാഷ്വൽ ആയിട്ടുള്ള കമന്റുകളായിട്ട് എന്ത് ചെയ്യാം, പറയാൻ പറ്റി. പിന്നെ അൻവർ ഒരു ക്ലാരിറ്റി ഇല്ല, അൻവർ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അൻവർ ഇന്ന് കോൺഗ്രസ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ പടർത്താനൊക്കെ ഇത് വളരെയധികം സഹായിച്ചു. ആ സഹായിച്ചതിന്റെ ബലത്തിലാണ് ഒരു 6-7% വോട്ടുകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടത്. ആ 6-7% വോട്ടുകൾ തീർച്ചയായിട്ടും അൻവറിന് കിട്ടേണ്ടിയിരുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെയും അതുപോലെ കോൺഗ്രസിൽ നിന്ന് വേണമെങ്കിൽ അടർന്നു വരാവുന്ന വോട്ടുകളൊക്കെ തന്നെ കൃത്യമായി കോൺഗ്രസിനകത്തേക്ക് തന്നെ പിടിച്ചു വെക്കാൻ പറ്റി. പക്ഷേ CPM-ലെ ഒരു 10,000-15,000 വോട്ടുകൾ CPM-ൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അപ്പൊ മുഴുവൻ ആളുകളിലേക്കൊന്നും ഇത് എത്തിയില്ലെങ്കിലും ഇത് മഹാഭൂരിപക്ഷം വരുന്ന നിലമ്പൂരിലെ സാധാരണക്കാരിലേക്ക് എത്തി. കാരണം എന്താ, അപ്പൊ ഇതിപ്പോ ഞാൻ പറയുന്നത് ബോധപൂർവമായി ഇപ്പൊ VD സതീശനോ അല്ലെങ്കിൽ അതിന്റെ ഇപ്പൊ PC വിഷ്ണു അതോ അത്തരത്തിലുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത് ചെയ്തു എന്നുള്ളതല്ല. പകരം ഒന്ന് PV അൻവറിനെ വോട്ട് ചെയ്യുന്ന ആളുകളിൽ തന്നെ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി ഈ പത്രസമ്മേളനം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പത്രസമ്മേളനത്തിലെ ഹൈലൈറ്റ് പോയിന്റുകളായി വന്നതൊക്കെ തന്നെ സാധാരണ പ്രവർത്തകർ അവരൊക്കെ തന്നെ കൃത്യമായി ഉപയോഗിച്ചു. കാരണം ഈ പറയുന്ന VD സതീശനാണെങ്കിലും PC വിഷ്ണു ആണെങ്കിലും അല്ലെങ്കിൽ ലീഡ് ചെയ്ത ആളുകളൊക്കെ ആണെങ്കിലും നമ്മളറിയാലോ, ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാലൊക്കെ ആണെങ്കിലും ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. പിന്നെ അവിടെ ഉള്ളത് ആരാ? പിന്നെ അവിടെ ഉള്ളത് ഷൗക്കത്ത് നയിക്കുന്ന ഒരു ടീമുമാണ് ഉള്ളത്. അപ്പൊ ആര്യാ ഷൗക്കത്തിനും ഷൗക്കത്ത് നയിക്കുന്ന ടീമിനും ഒക്കെ ഇത് കൃത്യമായിട്ടും ഫലപ്രദമായിട്ടും ഉപയോഗിക്കാൻ പറ്റി. ആ പറ്റിയതിന്റെ ഗുണമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു 6-7% വരുന്ന വോട്ടുകൾ PV അൻവറിന് കുറഞ്ഞു പോയത്. അല്ല, ഇതിനൊക്കെ സാർ പറഞ്ഞ പ്രൂഫോ തെളിവോ കാര്യങ്ങളുണ്ടോ സാർ? അല്ല, പ്രൂഫോ തെളിവുകളൊന്നും നമുക്ക് ഹാജരാക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു MLA എത്ര കാശ് ചെലവാക്കുമെന്ന് ചോദിച്ചാൽ 35 ലക്ഷം 40 ലക്ഷം രൂപ ചെലവാക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ അതിനാരെങ്കിലും തെളിവ് വരാൻ പറ്റുന്ന തെളിവൊക്കെ എടുക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. പക്ഷെ ഈ ലോകത്തുള്ള എല്ലാ അരിഭക്ഷണം കഴിക്കുന്ന ഗോതമ്പ് കഴിക്കുന്ന ബംഗാളിക്ക് വരെ അറിയാം ഏറ്റവും കുറഞ്ഞത് 2-3 കോടി രൂപ ആളുകൾ ചെലവാക്കുമെന്ന്. മനസ്സിലായോ? പിന്നെ തെളിവായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം നിങ്ങളോട്. ആ കാര്യം ശരിക്കും ഞാൻ ഇപ്പോ അത് പറയുമ്പോൾ ആരും തന്നെ തെറ്റിദ്ധരിക്കുകയോ അതിൽപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് പോവുകയൊന്നും ചെയ്യരുത്. കാരണം നമുക്കറിയാലോ, ഇപ്പൊ ഏറ്റവും റേറ്റിംഗിൽ 1-മോ 2-മോ നിൽക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയും. ആ റിപ്പോർട്ടർ ചാനലിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഡിബേറ്റ് ഉണ്ട്. അത് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട് എന്ന് പറഞ്ഞ് സ്മൃതി നടത്തുന്ന ഡിബേറ്റാണ്. അപ്പൊ ആ സ്മൃതിയുടെ ഡിബേറ്റ് ഞാൻ യഥാർത്ഥത്തിൽ കാണുന്ന റോസ് ഇന്റർനാഷണലിൽ നിന്ന് ഞാൻ എൻ്റെ റൂമിൽ നിന്നാണ് കാണുന്നത്. ഞാൻ റൂമിൽ നിന്ന് കാണുമ്പോൾ ആ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ഒന്ന് N സജീവൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്റർ ആയിരുന്ന മാധ്യമപ്രവർത്തകനാണ്. പിന്നെ ഒന്ന് സണ്ണിക്കുട്ടി എബ്രഹാമാണ്, അദ്ദേഹം ജയിക്കുന്നതിലൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ മറ്റേത് സുപ്രഭാതത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇവരൊക്കെ തന്നെ വലിയ മാധ്യമപ്രവർത്തകരാണ്. പിന്നെ R സുഭാഷ് എന്ന് പറയുന്നത്, സുഭാഷ് റോസ് ഇന്റർനാഷണലിൽ താഴെ ഇരുന്ന് തന്നെയാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കറിയാലോ ഇപ്പൊ NP ചേക്കൂട്ടി കൂടിയാണ് ഇതിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഇവരെല്ലാം തന്നെ വലിയ തോതിലുള്ള മാധ്യമ പ്രവർത്തകരാണ്, ഒരു സംശയമില്ല. നമുക്ക് വലിയ മാധ്യമ പ്രവർത്തകരാണ്. അവരാണ് സ്വതന്ത്ര നിരീക്ഷകരായി വന്നിരുന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നത്. NP ചേക്കൂട്ടി തേജസ്സിലൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ അഭിപ്രായങ്ങളിൽ ചിലത് നമ്മളെ ഞെട്ടിക്കുന്ന അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കേട്ടിട്ട് യഥാർത്ഥത്തിൽ ഞാനപ്പം തന്നെ റിപ്പോർട്ടർ TV-യുടെ റോഷിപാലിനടുത്ത് ഞാൻ സംസാരിച്ചു. നിങ്ങളിത് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണം N സജീവൻ എന്ന് പറയുന്ന വളരെ മുതിർന്ന നമുക്ക് ബഹുമാനമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ഇരുന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ PV അൻവറിന്റെ പത്രസമ്മേളനം കേട്ട് കഴിയുമ്പോൾ PV അൻവറും UDF-ഉമായിട്ട് എന്തെങ്കിലും ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ആര്യാ ഷൗക്കത്തിന് വോട്ട് മറിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. PV അൻവർ പിൻവാങ്ങിയോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഇതെടുത്ത് കാണാം. അതായത് ആര് കൊട്ടിക്കയറും എന്നുള്ളതാണ് അതിന്റെ ഹെഡിങ്. 7 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോയിലെ ചില ഭാഗങ്ങൾ നമുക്കിവിടെ കാണിക്കാം. ഇനി കോപ്പിറൈറ്റ് വരുമെങ്കിൽ കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യും, സൗണ്ടായിട്ട് ഞാൻ കൊടുക്കാം ഈ വീഡിയോയുടെ താഴെ ബാക്കിൽ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിൽ, ഇത് ആദ്യത്തെ ഘട്ടത്തിലാണ് സജീവൻ ഇത്രയും പറയുന്നത്. അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ സജീവൻ പറയുന്നത് ഇത് അദ്ദേഹത്തിന് ഇപ്പോ VD സതീശനെ മാറ്റണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ VD സതീശനെ മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. പകരം അദ്ദേഹത്തിന് നിലമ്പൂരോ അല്ലെങ്കിൽ ഇതുപോലെ ജയിക്കാൻ കഴിയുന്ന മറ്റേതെങ്കിലും സീറ്റോ കിട്ടിയാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള ഡീല് അണ്ടർഗ്രൗണ്ടിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഏതാണ്ട് പിൻവാങ്ങിയിരിക്കുന്നു എന്നാണ്. അതാണ് അദ്ദേഹം ഇപ്പൊ കൊട്ടിക്കലാശത്തിന് പോലും വരാത്തത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. ഇത് പറയുമ്പോൾ സ്മൃതി പരുത്തിക്കാട്, ഞാൻ സ്മൃതി ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ഞാൻ അതിനുശേഷവും ഈ കാര്യം സ്മൃതിയോട് വിളിച്ച് സംസാരിച്ചതാണ്. അപ്പൊ സ്മൃതി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, നിങ്ങൾ ഫുള്ളായിട്ട് അത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്നൊക്കെ എന്നോട് എന്ത് ചെയ്തു പറഞ്ഞിരുന്നു.
പക്ഷെ സ്മൃതി അതിൽ പറയുന്നുണ്ടപ്പോ, കാരണം അദ്ദേഹം പക്ഷെ വോട്ട് ചോദിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പാസിംഗ് ആയിട്ടുള്ള കമന്റ് ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ പോലും അത്ര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് ഇല്ല. പ്രത്യേകിച്ചും ഈ ചർച്ചയിൽ പറ്റി ഏറ്റവും വലിയ കുഴപ്പം, ഇതിലെല്ലാവരും തന്നെ സ്വതന്ത്ര നിരീക്ഷകരാവുകയും അവർക്കെല്ലാം തന്നെ ഏതാണ്ട് ഒരേ അഭിപ്രായമാവുകയും അതിൽ ഒരു കാരണവശാലും പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ വലിയ ചർച്ചയാവുകയും ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്താൽ പോലും അതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഞാൻ അൻവറിനെയും വിളിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹവും ഇത് അത്ര ഗൗരവത്തിലെടുത്തോ ഇല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. മനസ്സിലായോ? ഇത് ഒന്നാമത്തെ ഒരു സ്ഥാനാർത്ഥി പിൻവാങ്ങി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രശ്നം എത്രത്തോളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതാണ് എൻ സജീവൻ പറഞ്ഞതെങ്കിൽ തൊട്ടടുത്ത് വരുമ്പോഴേക്കും എന്ന് പറയുന്നത് ഏതാണ്ടൊരു ഇതൊരു 21-22 മിനിറ്റ് പോലെ നിങ്ങൾ കണ്ടാൽ മതി ആ ചർച്ച. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എപ്പോഴാണ് ഈ ചർച്ചയിലേക്ക് കടക്കുന്നത്. പിന്നെ ഇതിൽ അടുത്തതെന്ന് പറയുന്നത് മറ്റേ NP ചേക്കുട്ടിയും ഏതാണ്ട് ഇതിനെയൊക്കെ ബാക്ക് ചെയ്യുന്ന ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ പിൻവാങ്ങിയോ ഇല്ല എന്നൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് സംശയം തോന്നും. കാരണം ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കേട്ടാൽ ഏറ്റവും ആദ്യം ഈ പത്രസമ്മേളനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പിണറായി വിജയനെയും അതുപോലെ ഒരുപോലെ തന്നെ VD സതീശനെയും ഒക്കെ ആക്രമിക്കുകയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇപ്പൊ ആ ആക്രമണമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് UDF-നോടും കോൺഗ്രസിനോടും ഒക്കെ അദ്ദേഹം സോഫ്റ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വലിയ ആക്രമണം അദ്ദേഹം നടത്തുന്നില്ല എന്നും ഇതിൽ സംശയിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതുമാണ് NP ചേക്കുട്ടി പറഞ്ഞു വെച്ചത്. സജീവന്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന അഭിപ്രായമാണ് പറഞ്ഞത്. ആകെ ഇതിൽ ഇത്തിരിയെങ്കിലും കുഴപ്പമില്ലാത്തൊരു അഭിപ്രായം പറഞ്ഞത് മറ്റേ സണ്ണിക്കുട്ടി എബ്രഹാം മാത്രമാണ്. പക്ഷെ സണ്ണിക്കുട്ടി എബ്രഹാം പറയുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു 2,000, 3,000, 4,000 ഒക്കെ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തിന് തന്നെ വലിയ പ്രശ്നമാവും. കാരണം അദ്ദേഹത്തിന്റെ ശക്തി തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ എന്താ നിലനിൽപ്പുള്ളത്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നെനിക്ക് സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അപ്പം പോലും ഒരാൾ പോലും ഇദ്ദേഹം കൃത്യമായി ആ പത്രസമ്മേളനം തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ആകാശം ഇടിഞ്ഞു വീണാലും ആര്യാൻ ഷൗക്കത്ത് ജയിക്കില്ല എന്നാണ്. ആകാശം ഇടിഞ്ഞു വീണാലും ആര്യാൻ ഷൗക്കത്ത് ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഞാൻ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. 39-ാമത്തെ മിനിറ്റിൽ സ്മൃതി പറയുന്നുണ്ട് ഇത് ആരാണൊരു മുഖ്യ ശത്രു എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയ പോരെ. നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പിൻവാങ്ങലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണോ എന്ന് സ്മൃതി ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്മൃതി ഇത് ബോധപൂർവം ചെയ്തൊരു കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇതായി മോശമായിട്ട് ചെയ്തൊരു കാര്യമാണെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഇത്തരത്തിൽ പറയാൻ കാര്യം, ഇപ്പൊ നമ്മള് നിലപാടുകളിൽ ചില എതിർപ്പ് പറയുമ്പോൾ പോലും ആ വ്യക്തികളോടൊക്കെ നമുക്ക് വലിയ ബഹുമാനവും സ്നേഹവും ഉള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുമ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമന്റ് ഒന്നും ചെയ്യരുത്. കാരണം അതിലൊന്നും വേണ്ടിയല്ല നമ്മൾ എടുക്കുന്നത്. കാരണം ഇത് കൃത്യമായി കാണുമ്പോൾ, അതായത് മുഴുവനായും കാണുമ്പോൾ നമുക്കതിൽ വലിയ കുഴപ്പമൊന്നും തോന്നൂലെങ്കിലും ഏതാണ്ട് ഒരു വലിയ തോതിലുള്ള കൺഫ്യൂഷനാണ് ഈ ചർച്ച ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം പി വി അൻവർ പിന്മാറിയോ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് എല്ലാവരും തന്നെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് സുഭാഷ് എന്ന് പറയുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹവും നിരീക്ഷകനായിട്ട് ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു, അദ്ദേഹവും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ചാണ്. അപ്പൊ എല്ലാവരും തന്നെ ഏതാണ്ട് തത്വത്തിൽ പറഞ്ഞു വെച്ചൊരു കാര്യം, പി വി അൻവർ പിൻവാങ്ങുകയാണോ അതോ പി വി അൻവർ ആര്യാൻ ഷൗക്കത്തിന് വോട്ട് മറിച്ചു കൊടുക്കാം എന്നൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മറിച്ചു കൊടുക്കാമെന്നൊരു ധാരണയിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ചാനലിൽ, വലിയ റേറ്റിംഗ് ഉള്ള ഒരു ചാനൽ, ഇപ്പൊ ആ യൂട്യൂബ് വീഡിയോ അത് 11,000 പേരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അത് നിങ്ങളത് ആലോചിച്ച് നോക്കണം. അതായത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാ തരത്തിലും വലിയ തോതിൽ ആ മണ്ഡലത്തെ ബാധിച്ചു. ഇത് ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഇപ്പൊ സ്മൃതി പരുത്തിക്കാടോ ഇതിലിരിക്കുന്ന ആരെങ്കിലുമോ അത് ഉദ്ദേശത്തോടു കൂടി വളരെ കൃത്യമായ ഒരു പർപ്പസ് പുള്ളി ചെയ്താണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു ഏതാണ്ട് 20-21-ാമത്തെ മിനിറ്റിൽ ചർച്ച ഈ ലെവലിലേക്ക് സജീവൻ വഴിതിരിച്ചു വിടുകയും പിന്നെ ആ സജീവന്റെ ഒരു അഭിപ്രായത്തിന് വലിയ തോതിൽ മുൻതൂക്കം ആ ചർച്ചയിൽ ലഭിക്കുകയും ചെയ്തു. ഒരു ആങ്കർ എന്നുള്ള നിലക്ക് പലപ്പോഴും അതിനെ കൃത്യമായി ഒരു മോഡറേറ്റ്ലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ നിഷ്പക്ഷമായി വിലയിരുത്താൻ സ്മൃതിക്ക് പോലും കഴിഞ്ഞില്ല. കാരണം സ്മൃതിയുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് ശക്തിയുക്തം പറഞ്ഞില്ല. ഇത്തരം ചാനലുകൾ ചർച്ച ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പാനൽ തിരഞ്ഞെടുത്ത് തന്നെ തെറ്റായി പോയെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഇത് ബോധപൂർവ്വം പറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഇത് കൃത്യമായി അവിടെ ഒരുപക്ഷെ ഈ ചർച്ച കണ്ടിട്ടായിരിക്കില്ല, അതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവം. അപ്പോ സാധാരണയായ ആൾക്കാർ വോട്ട് ഒരു ദിവസം കൊണ്ട് മാറ്റി ചെയ്യാൻ ചാൻസ് ഉണ്ട്? തീർച്ചയായിട്ടും. ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലാണ് അവര് വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ,
PV അൻവറിന്റെ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടി വോട്ടുകളോ ബൂത്തുകളിൽ തന്നെ ആളുകൾ നിർത്തിയിട്ട് വീട്ടിൽ പോയി വിളിച്ചുകൊണ്ടുപോയി ചെയ്യുന്ന വോട്ടുകളോ ഒന്നും അല്ല. അവര് പൊതുവായിട്ടുള്ള വളരെ കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുകയും ചർച്ചകൾ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായ ധാരണകളോടുകൂടി ഒരു മൂന്നാം ബദൽ അല്ലെങ്കിൽ ഇവിടെയുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളോട് വിശ്വാസമില്ലാത്ത ആളുകൾ എത്തുക എന്നുള്ളതാണ് ഉണ്ടാവുന്നത്. അത് തന്നെയാണ് നമ്മൾ PV അൻവറിന്റെ ഏറ്റവും ആദ്യത്തെ മീറ്റിങ്ങുകൾക്കൊക്കെ ചന്തക്കുന്നിൽ കണ്ടത്. കാരണം അത് കേൾക്കാൻ വന്ന ആളുകളൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള നിരാശരായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പത്രസമ്മേളനത്തെ കുറിച്ചുള്ള ചർച്ചകളും ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റുകളും ഒക്കെ തന്നെ വലിയ തോതിൽ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതുകൊണ്ടാണ് സാധാരണക്കാർ അങ്ങനെ മാറിപ്പോയി എന്ന് പറയുന്നത്. അപ്പോൾ CPM വോട്ട് കുറയാനുള്ള ചാൻസുകൾ എന്തായിരിക്കും? അല്ല, CPM തീർച്ചയായിട്ടും അവിടെ വോട്ട് കുറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് CPM ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഷ്യൂവും അതുപോലെ തന്നെ M സ്വരാജിനോടുള്ള വലിയ തോതിലുള്ള താല്പര്യവും ഒക്കെ നിരവധി ആളുകൾക്ക് അവിടെ ഉണ്ടായിരുന്നു. കാരണം M സ്വരാജ് ഫലസ്തീൻ ഇഷ്യൂവിലൊക്കെ വലിയ തോതിൽ നിലപാടെടുത്തിട്ടുള്ള ഒരാൾ ആണ്. അതായത് ഫലസ്തീനിലെ ഹമാസൊക്കെ എന്ത് തന്നെ ചെയ്താലും അതിനെ നമ്മൾ അംഗീകരിക്കണം, കാരണം അവരൊരു പൊരുതുന്ന ജനതയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള മുസ്ലിം വോട്ടുകളിൽ തന്നെ വലിയ തോതിൽ വിള്ളൽ ഉണ്ടാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ MV ഗോവിന്ദൻ മാസ്റ്റർ ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ള പരസ്യ പ്രസ്താവനയാണ്. ആ പരസ്യ പ്രസ്താവന എന്താ, ഒരു കാര്യമില്ലാതെ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാതെ കൃത്യമായി, ഞാൻ വിചാരിക്കുന്നത് സ്വരാജിന് അത്ര വോട്ട് കിട്ടണ്ട, തോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്താണെന്ന് തന്നെ വിചാരിക്കുന്നത്. കാരണം സ്വരാജ് കൂടി ജയിച്ചാൽ വലിയ തോതിലുള്ള അപ്രമാദിത്വം പിണറായി വിജയൻ ഉണ്ടാവുകയും വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പിന്തുടർച്ചാവകാശി എന്നുള്ള നിലക്ക് റിയാസ് വേണമെങ്കിൽ മുഖ്യമന്ത്രിയാക്കി ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടാവുമോ എന്നുള്ള ഭയത്തിൽ നിന്ന് കൂടിയായിരിക്കും MV ഗോവിന്ദൻ മാഷ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് RSSുമായിട്ട് കൂടിയിട്ടുണ്ട് ചേർന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇപ്പൊ അവിടെയുള്ള ആര്യാൻ ഷൗക്കത്തിനോട് വിയോജിപ്പുള്ള മുസ്ലിം മതവിഭാഗങ്ങളിലും ജമാഅത്ത് ഇസ്ലാമിയോട് വലിയ തോതിൽ വെറുപ്പുള്ള മുസ്ലിം മതവിഭാഗങ്ങളുടെ വോട്ടുകളിലും ഒക്കെ തന്നെ ഒരു ചേർച്ച ഉണ്ടാവുകയും അതെല്ലാം തന്നെ ഷൗക്കത്തിലേക്ക് എത്താനും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സഹായിക്കൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു 40%, 41% മാക്സിമം കിട്ടുമായിരുന്ന വോട്ടുകളിൽ നിന്ന് 45% UDFനെ വളർത്തിയത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അവസാന മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവിടുത്തെ ഫ്ലക്ച്വേറ്റിംഗ് വോട്ടിനെ ബാധിക്കും. ഇപ്പൊ കൃത്യമായി വോട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാർക്കോ കൃത്യമായി വോട്ട് ചെയ്യുന്ന CPMകാർക്കോ ഒന്നും ഇത് ബാധിക്കില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ അവരെ ബാധിക്കും. ആ ബാധിക്കൽ ഉള്ളത് കൊണ്ടാണ് ഇത് വലിയ തോതിൽ പ്രശ്നമായത്. ഇപ്പൊ അടുത്തൊരു ചോദ്യം കൂടി നിങ്ങൾക്ക് ചോദിക്കാതെ ഞാൻ മറുപടി തരാം. കാരണം എന്തുകൊണ്ടാണ് ഇപ്പൊ 2-3 ദിവസം ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഞാൻ ഇതിൽ പെടുന്ന ഞാനിപ്പോ പേരുകൾ പരാമർശിച്ചിട്ടുള്ള ചില മാധ്യമപ്രവർത്തകരെ ഞാൻ 1-2 തവണ വിളിച്ചിരുന്നു. കാരണം അവരോട് കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു. കാരണം അങ്ങനെ അല്ലാതെ ചെയ്യുന്നതിൽ ഒരു മര്യാദകേടുണ്ട് എന്ന് തോന്നിയോണ്ട് വിളിച്ചിരുന്നു. അപ്പൊ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രശ്നമുണ്ടായ അന്ന് തന്നെ ഇത് രാത്രി അൻവറിനോടും അതുപോലെ തന്നെ ഈ പറയുന്ന പല ചാനൽ ആളുകളോടും പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ ഞാനിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരിത് ഗൗരവത്തിലെടുക്കുകയും അവർ പുറത്തു പറയുകയും ചെയ്തോളും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അവർ പറയാത്തത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റിയൊരു തെറ്റ് തന്നെ ഞാൻ എന്തുകൊണ്ട് പറ്റി എന്നെപ്പോഴും അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തോക്കുമെന്ന് പറഞ്ഞ പക്ഷെ അദ്ദേഹം ജയിച്ചു. പക്ഷെ അത് ഞാൻ പറയുന്നത് 10-15 ദിവസം മുമ്പാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ജയിക്കുന്നത് തൃശ്ശൂർ പൂരമൊക്കെ പൊളിഞ്ഞു പോയതിന്റെ ഒരു സന്ദർഭത്തിൽ കൂടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു തൊട്ട് മുമ്പുണ്ടാകുന്ന പല കാര്യങ്ങളും അതിനെ വലിയ തോതിൽ സ്വാധീനിക്കും. അപ്പൊ അത്തരത്തിൽ ഈ കൊട്ടിക്കലാശത്തിൽ ഇദ്ദേഹം പങ്കെടുക്കാത്തതും ഇങ്ങനെ ഒരു ചർച്ച വലിയ തോതിൽ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നതും ഒക്കെ തന്നെ, അല്ലെങ്കിൽ UDFനെ അദ്ദേഹം പുകഴ്ത്തുന്നതും UDFും കോൺഗ്രസിനൊന്നും ഒരു കുഴപ്പവും പറ്റില്ല, അതെല്ലാം വളരെ സ്ട്രോങ് ആയി തെരഞ്ഞെടുപ്പിൽ നിൽക്കുമെന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ചുവട് മാറ്റത്തിന്റെ ഒരു പിൻവാങ്ങലിന്റെയൊക്കെ സാധ്യതയാണോ എന്ന് പറയുന്ന ചർച്ചകൾ മണ്ഡലത്തിൽ മുഴുവൻ ഉയർത്തി. അതാണ് ഒരു 6-7% വോട്ടുകളെങ്കിലും നഷ്ടപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഒരു 10,000 വോട്ടുകൾ കൂടി ഒരുപക്ഷെ 6-7% വോട്ട് എന്ന് പറഞ്ഞാൽ 10,000 വോട്ടുകൾക്ക് എടുത്തു വരാം. 10,000 വോട്ടുകൾ കൂടി അൻവറിന് കൂടുമായിരുന്നു. ആ കൂടുന്ന വോട്ടുകൾ വലിയ തോതിൽ ഷൗക്കത്തിന് കുറവ് ഉണ്ടാക്കാൻ സംഭവിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വളരെ നേരിയ മാർജിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനിലോ ചിലപ്പോൾ ജയിച്ച് കയറിയേക്കാമെന്ന് മാത്രമേ ഉള്ളൂ.
ശ്രീ എ സജീവൻ, ഇപ്പോൾ പി വി അൻവർ ഇന്ന് പറയുന്നത് മുഴുവൻ പിണറായി വിജയനെതിരെയാണ്. പാർട്ടി പ്രവർത്തകർ തനിക്കൊപ്പമാണെന്ന് പറയുന്നു. ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ടപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ തന്റെ കൂടെ വരുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഒരു നേതാവിനെ പോലും, ഒരു പ്രാദേശിക നേതാവിനെ പോലും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല, വോട്ടെടുപ്പ് വരുമ്പോൾ അങ്ങനെയല്ലല്ലോ, പുറത്തേക്ക് പറയേണ്ടതില്ല. പക്ഷേ അവരുടെ എതിർവികാരം കൃത്യമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. താൻ പറഞ്ഞ കാര്യങ്ങൾ, RSS പോലീസ് ബന്ധം മുതൽ പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട്, പി ശശിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ മുതൽ ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രതികരണത്തിൽ UDF വല്ലാതെ ആക്രമിക്കുന്നുമില്ല. അതെന്തിന്റെയെങ്കിലും സൂചനയായി കാണേണ്ടതുണ്ടോ? തീർച്ചയായും സ്മൃതി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ കണ്ട, അതായത് ഇന്നലെ വരെ കണ്ട അൻവർ അല്ല ഇന്നുള്ളത്. അദ്ദേഹം ഈ കൊട്ടിക്കലാശത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറിയിരിക്കുന്നു. അദ്ദേഹം ആളുകളെ കാണാൻ പോകുന്നു പറയുന്നു, അത് നാളെയും ചെയ്യാവുന്ന കാര്യമാണ്. അതല്ലാതെ കൊട്ടിക്കലാശം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഗംഭീരമായിട്ടുള്ള പ്രകടനമൊക്കെ നടത്തിയിരുന്നല്ലോ, അതൊക്കെ മാറ്റി ഈ ദിവസം അദ്ദേഹം ഒഴിവായി പോകുന്നുള്ളൊരു കാര്യം. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള കാര്യം, കുറച്ചു കാലമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDF നടത്തിയതിന് അന്ന് മുതൽ UDF-നെതിരെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ, സതീശനെതിരെയൊക്കെ അതിരൂക്ഷമായിട്ട് പറഞ്ഞ ആളായിരുന്നു അൻവർ. അദ്ദേഹം പിണറായിസം പറയുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ് സതീശനിസം പറഞ്ഞിരുന്നത്. PD സതീശൻ UDF-ന്റെ ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം ആ മുന്നണിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല, 2026-ൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് സതീശനെ ഭീകരമായ രൂപത്തിൽ, അത് ഒരു പടികൂടി കടന്നിട്ട് പിണറായിയുടെ കാര്യങ്ങൾ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആളാണ്. പിണറായിയുടെ UDF-ലെ ഒരു ഏജന്റാണ് സതീശൻ എന്ന നിലയിൽ വരെ പറഞ്ഞു. ഷൗക്കത്തിനെതിരെ 5 ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നത് സാമുദായികമായുള്ള പ്രശ്നം, ലീഗ് നേതാക്കന്മാർക്കെതിരെ പറഞ്ഞ പ്രശ്നം, കോൺഗ്രസിൽ പ്രകാശൻ തോൽപ്പിച്ച പ്രശ്നം, ഇങ്ങനെ വ്യാപാരികളെ കബളിപ്പിച്ചു എന്ന് പറയുന്ന പ്രശ്നം, അഴിമതി, ഇങ്ങനെ 5 ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് സ്മൃതി പറഞ്ഞ പോലെ ഷൗക്കത്തിനെതിരെയോ സതീശനെതിരെയോ UDF-നെതിരെയോ ഒരു വാക്കുപോലും അൻവർ പറയുന്നില്ല. അത് അല്പം സംശയിക്കാവുന്ന ഒരു കാര്യമാണ്. അൻവർ പിൻവാങ്ങിയോ ഈ പോരാട്ടത്തിൽ നിന്ന്? അതല്ലെങ്കിൽ അൻവർ ഏതെങ്കിലും രീതിയിൽ ഒരു ഒത്താശ പ്രത്യേകം ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമാണ്. ഞാനത് അദ്ദേഹം വോട്ട് ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ദൃശ്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. ചായക്കടകളിലും വീടുകളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം വോട്ട് ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2 തവണയൊക്കെ ഈ പ്രകടനം നടത്താൻ നല്ല കാശ് വേണ്ടേ? അല്ല, കാരണം കുറച്ച് ആളുകളുടെ ഇപ്പുറത്ത് കോൺഗ്രസിന്റെ ഒക്കെ പല ആളുകളുടെ പിന്തുണ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ഭാഗം തന്നെയുണ്ട്. അദ്ദേഹം കുറെ ആളുകളുടെ പേര് അവരൊക്കെ എന്നോടൊപ്പം നിന്ന ആളുകളാണ്, അവരോടൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ ഈ മാറ്റം സ്വാഭാവികമായിട്ടും എന്തെല്ലാമോ സംശയങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് എന്റെ. തീർച്ചയായും അത് എനിക്ക് ബാക്കിയുള്ളവരൊന്നും അത് കേൾക്കുന്നുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം, നഗരസഭയടക്കമുള്ള സ്ഥാപനങ്ങൾ പിടിച്ചുകൊടുത്തത് ഞാനാണ്. കാരണം ഈ നഗരസഭയിലും പഞ്ചായത്തുകളിലും ഒക്കെ LDF-ന് ലീഡ് രണ്ടിടത്തേ ഉള്ളൂ, രണ്ടിടത്ത് ഭരിക്കുന്നു, നഗരസഭയും LDF ഭരിക്കുന്നു. അതെങ്ങനെയാണ് നേടിയത്? എന്റെ ബലത്തിലാണ്, ഞാൻ നേടിക്കൊടുത്തതാണ്. 2015-ൽ നഗരസഭയിൽ 4 സീറ്റുകളാണ് LDF-ന് ഉണ്ടായിരുന്നത്. ഇന്ന് ഭരിക്കുന്നത് LDF ആണ് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശ്രീ എൻ പിച്ചക്കുട്ടി, ഈ അവസാന മണിക്കൂറുകളിൽ PV അൻവർ പറഞ്ഞ കാര്യം ഇന്നിപ്പോൾ കലാശക്കൊട്ടിൽ നിന്ന് മാറി നിന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നുള്ള സംശയം ശ്രീ എ സജീവൻ അതാണ് പ്രകടിപ്പിച്ചത്. താങ്കൾക്ക് ആ സംശയമുണ്ടോ? പക്ഷേ ഓരോ ബൂത്തിലും കൃത്യമായി അൻവർ വർക്ക് നടത്തുന്നു, അൻവറിന്റെ പ്രവർത്തകർ വർക്ക് നടത്തുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ആര്യാടൻ ജയിച്ചേക്കും എന്നൊരു തോന്നലും അദ്ദേഹത്തിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ പ്രതികരണത്തിലേക്ക് UDF-നെതിരെ പോകുന്നില്ല. കാരണം അടുത്ത ഘട്ടത്തിൽ 2026-ൽ മറ്റു ചില ആലോചനകൾ കൂടി നടത്താനുള്ളതാണല്ലോ. അതിനുള്ളൊരു സാഹചര്യം ഒഴിച്ചിടുന്നു എന്ന് കരുതേണ്ടതുണ്ടോ? തീർച്ചയായും അതൊരു സാധ്യതയാണ്. കാരണം അൾട്ടിമേറ്റ്ലി അൻവർ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. കഴിവ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ജയിച്ച തെരഞ്ഞെടുപ്പുകളിലും തോറ്റ തെരഞ്ഞെടുപ്പിൽ അത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ രാഷ്ട്രീയമായ ഭാവി എന്ത് എന്നതിനെക്കുറിച്ച് അൻവർ കൃത്യമായ ബോധ്യമുണ്ട്. CPM-ൽ പിണറായി വിജയനോട് ഏറ്റുമുട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് CPM-ആയിട്ട് ഇനി ഒരു ഒത്തുതീർപ്പ് സാധ്യമല്ല. അതേസമയത്ത് UDF-ഉമായിട്ടുള്ള എല്ലാ സാധ്യതകളും തുറന്നെടുക്കണം. കാരണം ലീഗ് എല്ലാ കാലത്തും അൻവറിനെ കൂടെ നിർത്തണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നത്. ഈ സതീശനെതിരായിട്ട് അതിശക്തമായിട്ട് അൻവർ ആഞ്ഞടിക്കുമ്പോൾ പോലും ആ സന്ദർഭത്തിൽ പോലും പിന്നെ ലീഗിന്റെ താല്പര്യം എന്ന് പറയുന്നത് അൻവറിനെ പോലുള്ള ആളുകളെ അവർ അദ്ദേഹത്തിന്റെ കരുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ കൂടെ നിർത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് അന്ന് നടന്നില്ല. പക്ഷേ ആ തരത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള നീക്കുപോക്കുകളും ചർച്ചകളും എല്ലാ കാലത്തും തുടർന്നു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള തന്റെ ഭാവിയെക്കുറിച്ച് അൻവറിന് കൃത്യമായ ബോധ്യമുണ്ട്. മാത്രമല്ല കൂടെ നിൽക്കുന്ന ആളുകൾക്കും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അവിടെ LDF ജയിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപമാനകരമായ ഒരു അന്തരീക്ഷമാണ്. കാരണം അൻവറിന്റെ തോൽവി മാത്രമല്ലാതെ കൂടെ നിൽക്കുന്ന ആളുകളുടെയും കൂടി തോൽവിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ LDF-ന് വിജയം നൽകുന്ന ഒരു രാഷ്ട്രീയ പരിസരം ഉണ്ടായാൽ അത് അൻവറിന് തന്നെയാണ് ആത്യന്തികമായിട്ട് ദുരന്തം വരുന്നത്. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം 140 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രമാണ് നിലമ്പൂർ. ഈ നിലമ്പൂർ തോറ്റാലും ജയിച്ചു കഴിഞ്ഞാൽ UDF-ന്റെ രാഷ്ട്രീയമായ ഭാവി അത് ബാധിക്കില്ല. പക്ഷേ അൻവറിന്റെ കൂടെ നിൽക്കുന്ന 100 കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുടെയും രാഷ്ട്രീയ ഭാവിയെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ലീഗുമായിട്ടുള്ള ബന്ധങ്ങൾ കട്ട് ചെയ്യാൻ അവർ താല്പര്യമില്ല. ഈ കോൺഗ്രസുമായിട്ടുള്ള തർക്കങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന തർക്കങ്ങളേ ഉള്ളൂ. പിണറായിയുമായിട്ട് ഒരു ഒത്തുതീർപ്പ് സാധ്യമല്ല. ഇതൊക്കെ നോക്കിയാൽ സജീവം പറഞ്ഞ സാധ്യതകൾ ഉണ്ടാവും എന്ന് ഞാൻ വരുന്നത്. കാരണം വോട്ട് വെറുതെ കളയാനുള്ള ബുദ്ധിമോശമൊന്നും അവിടെയുള്ള ആളുകൾക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കർഷക ജനസമൂഹമാണ്. അവർക്ക് ആവശ്യമായ തരത്തിൽ നിലപാടുകൾ മാറ്റാൻ അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ അന്തിമമായിട്ട് ഒരു പക്ഷേ അൻവറും സംഘവും വ്യത്യസ്തമായ ആലോചനകൾ നടത്തുകയും UDF-ഉമായിട്ട് ഒത്തുതീർപ്പിൽ എത്തുകയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. സണ്ണിക്കുട്ടി ഇബ്രാഹിം, ഇന്നത്തെ അൻവറിന്റെ പ്രതികരണങ്ങളാണ് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇതാണ്, ഷൗക്കത്തിന് താല്പര്യമില്ല. ഷൗക്കത്തിന് എന്തുകൊണ്ട് താല്പര്യമില്ല? ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട്. അൻവറിന്റെ ബിസിനസ്സുകൾ തകരുന്നതിൽ പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് ഷൗക്കത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ കൊടുത്തിരിക്കുന്ന കേസുകളാണ്. അത് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വൈരാഗ്യം അവിടെയുണ്ട്. അതുകൊണ്ട് ഷൗക്കത്ത് അവിടെ മത്സരിക്കരുത്, വിജയിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലം പിന്നീട് കിട്ടുകയില്ല എന്ന ഭയം കൊണ്ടാണ് VS ജോയ് എന്ന പേര് അദ്ദേഹം ആദ്യമേ എടുത്തിട്ട് പറഞ്ഞത്. അല്ലാതെ VS ജോയ് എന്ന ആളോടുള്ള പ്രത്യേക താല്പര്യമാണ് അതിന് പിന്നിൽ നമ്മൾ കരുതേണ്ടതില്ല. ഇന്നിപ്പോൾ ഷൗക്കത്തിനെ തള്ളുമ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് സ്ട്രോങ് ആണെന്നാണ്. കോൺഗ്രസ് സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ സൂചന? സ്മൃതി,
നമ്മളൊക്കെ എത്ര തിരഞ്ഞെടുപ്പുകൾ കണ്ടതാണ്, റിപ്പോർട്ട് ചെയ്തതാണ്. കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം ഒരു സ്ഥാനാർത്ഥി ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. അത് അദ്ദേഹത്തിൻ്റെ നിലപാടിലുള്ള മാറ്റമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ വന്നിരിക്കുന്ന മാറ്റമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഞാൻ സജീവനെ ഒന്നും അത് തെറ്റാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടല്ലേ, അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, 5 ദിവസം മുമ്പാണ് അദ്ദേഹം ഈ ഒരു നിലപാട് പറഞ്ഞിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഷൗക്കത്തിന് ജയിക്കാനൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, കോൺഗ്രസ് ആണ് മുൻപിൽ, അല്ലെങ്കിൽ UDF ആണ് മുമ്പിൽ, അല്ലെ മേൽക്കൈ അവർക്കാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഈ അവസാന നിമിഷത്തിൽ, ഇപ്പം നാളെ ഒരു നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ആ സാഹചര്യത്തിൽ അൻവറിനെ പോലെ ഒരാൾക്ക് അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിൽ എന്ത് മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെക്കുട്ടി ഇവിടെ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഒരു ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി, ഇനി അദ്ദേഹത്തിൻ്റെ ഭാവി UDF-നൊപ്പമോ അല്ലെങ്കിൽ കോൺഗ്രസുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ടൊരു നീക്കം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് ഭാവി രാഷ്ട്രീയത്തിൽ നിൽക്കാൻ സാധിക്കൂ എന്ന് പറയുന്നതിൽ ഒരു ന്യായമുണ്ട്. ഒരു പക്ഷേ അതായിരിക്കാം ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ മാറ്റത്തിന് കാരണം. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾക്ക് പോലും അൻവർ UDF-ലേക്ക് വരണമെന്നുണ്ടായിരുന്നോ എന്നുള്ളത് സംശയാസ്പദമായ കാര്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ലീഗിന് എത്ര മന്ത്രിസ്ഥാനം ലഭിക്കും? അൻവറിന് ഒരു പുതിയ പാർട്ടിക്ക് UDF-ൽ പ്രവേശനം നൽകി കഴിഞ്ഞാൽ അൻവറിന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരില്ലേ? അതൊക്കെ മൊത്തത്തിലുള്ള ഇക്വിലിബ്രിയത്തിലെ ബാധിക്കില്ലേ? ഇതൊക്കെ ലീഗ് വളരെ ഭംഗിയായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇവിടെ ചർച്ചയിൽ വന്ന ഒരു കാര്യം, ആരുടെ വോട്ടുകളായിരിക്കും